ഹലോ ഗൈസ്, നമുക്കിന്ന് എയർ ബോൾ എങ്ങനെ പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതുപോലെ നമുക്കൊരു പ്രൊഫഷണലായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ കുറേ മെത്തേഡുകളുണ്ട്. ഇതൊന്നും മാത്രമല്ല, നമ്മളെ തൈസിലും ചെസ്റ്റിലും ഹെഡിലും ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്ലെയർ വെച്ചിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളത് ഞങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഒരു 5 തരത്തിൽ നമുക്കിന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പഠിക്കാം. ഫസ്റ്റ് വേണം നമുക്ക് ടോൽ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് പഠിക്കാം. ടോൽ സ്റ്റോപ്പ് ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മൾ ബോൾ ഈ ബാക്കോട്ട് വലിക്കൊന്നും വേണ്ട. ഈ ഒരു ഇതില്ല, ഫ്രണ്ടിൽ നിന്ന് വരുന്ന ബോളാണെങ്കിൽ ബോൾ വരുമ്പോൾ ജസ്റ്റ് ഈ ഒരു കാലിൻ്റെ ഭാഗത്ത് വെറുതെ തട്ടിച്ചാൽ മാത്രം മതി. ഇങ്ങനെ വരുന്ന ബോൾ ജസ്റ്റ് ഒന്ന് തട്ടിച്ചിട്ട് താഴോട്ട് വലിക്കുക. ഇങ്ങനെയല്ല, ഇങ്ങനെ നമ്മൾ ബാക്കോട്ട് വലിക്കുന്നില്ല. ഇങ്ങോട്ട് ബാക്കോട്ട് വലിക്കുന്നത് കുത്തനെ വരുന്ന ബോൾ നമ്മൾ ജസ്റ്റ് ബാക്കോട്ട് വലിച്ച് നിർത്തേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെ വരുന്ന ബോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് താഴോട്ടേക്ക് നേരെ ബാക്കോട്ടേക്ക് ഇങ്ങനെ വലിക്കുന്നത്. ജസ്റ്റ് ഒരു താഴോട്ടേക്ക് ഈ ഒരു ഭാഗത്ത് തട്ടിച്ചാൽ മാത്രം മതി. ബോൾ അവിടെ നിന്നോളൂ, ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, ഇല്ല, അത് മേലെ തട്ടെ, മേലെ ഉണ്ട്. അതന്നെ അതന്നെ. കുറച്ചും കൂടി ബാക്കോട്ട് പോവാം. കിട്ടും. ബാക്കോട്ട് പോകുന്നതോറും റിസ്ക് ആയിരിക്കും. ഗുഡ്. അത്രേ ഉള്ളൂ. ഇത് എനിക്ക് അറിയാമെങ്കിൽ നീ കളിക്ക് ഉപയോഗിക്കില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ കോൺഫിഡൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ചെയ്ത് പഠിച്ച കോൺഫിഡൻറ്റ് വരും, കളിയിൽ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. ഈ ഒരു 3-4 ബോൾ നിർത്തിയപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻറ്റ് വന്നില്ല, കളിയിൽ ഉപയോഗിക്കാമെന്ന് വന്നില്ല. അത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാലേ നമുക്ക് കോൺഫിഡൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഓക്കെയാ. ഇതപ്പോൾ നീ ചുമലെറിഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് പഠിക്കുക. അപ്പോൾ എനിക്ക് നല്ലോണം കോൺഫിഡൻറ്റ് വരും. അപ്പോൾ കളിയിൽ നിങ്ങൾക്ക് എടുക്കാൻ തോന്നും. ഇല്ലെങ്കിൽ നമുക്ക് കളിയിൽ മിസ്സായി പോകും. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് എടുക്കേണ്ട, വേറെങ്കിലും സാധാരണ രീതിയിൽ എടുത്താൽ മതി എന്ന് തോന്നിപ്പോവും. അപ്പോൾ ഫസ്റ്റ് അത് പഠിച്ച്, രണ്ടാമത് നമ്മൾ ബേസിക് ആയിട്ട് ഇന്നിൽ റിസീവ് ചെയ്യുന്നത് അതറിയായിരിക്കുമല്ലോ, പറഞ്ഞുതരാം. അത് പ്രോപ്പറായിട്ട് എങ്ങനെ പഠിക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് ബോൾ കാല് ബാക്കോട്ട് വലിക്കുന്നത് കുറച്ച് ഫാസ്റ്റ് വരുന്ന ബോളാണെങ്കിൽ ജമ്പ് ചെയ്തിട്ട് ബാക്കോട്ട് വലിക്കുന്നത്. ഇത് ഞാൻ പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഒരു മുമ്പ് വേറൊരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒന്നും കൂടി നമുക്ക് ഇവനെ കൊണ്ട് പഠിപ്പിക്കാം. അതന്നെ. ഇല്ല നിൽക്കട്ടെ, ബോൾ നിൽക്കട്ടെ. ജമ്പ് ചെയ്ത് ബാക്കോട്ടേക്ക് വലിക്ക്. നമുക്ക് ഏറ്റവും അറിയാമെന്ന് വിചാരിക്കുന്ന കാര്യമായിരിക്കും ചിലപ്പോൾ കളിക്കും നമുക്ക് കിട്ടാത്ത, ഈസിയാന്ന് വിചാരിക്കുന്ന കാര്യം. അങ്ങനെ എടുത്ത് ബോൾ മുമ്പോട്ട് പോലെ ബാക്കോട്ട് വലിക്ക് കാല്. അതന്നെ. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് റിസീവ് ചെയ്യുന്നതിൽ എത്ര റിസ്ക് ഉണ്ടെന്ന് മനസ്സിലായില്ലേ. ഇപ്പോൾ ഇത് ഞാൻ തന്നെ കാണിച്ചു തരുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. അപ്പോൾ ഒരു പ്ലെയറെ വെച്ച് കാണിച്ചു തരുമ്പോൾ അതിൽ എത്ര റിസ്ക് ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാണ്ടിട്ട് ഇവനെ വെച്ച് കാണിച്ചു തന്നെ. അപ്പോൾ എനിക്കത് അറിയായിരിക്കും അല്ലേ, പക്ഷേ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അത് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ബോൾ ആയിട്ട് ചുമര് നമുക്കില്ല, നമുക്കൊരു പ്ലെയറൊന്നും ആവശ്യമില്ല. ഒരു ചുമരിലടിച്ച് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിസീവ് ചെയ്ത് ബോൾ നമ്മൾ നിർത്തി പഠിക്കാണ്ട് പിന്നെ നമുക്ക് കളിക്കാൻ പറ്റില്ലല്ലോ. ആദ്യം ബോൾ നിർത്താൻ പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടോൽ വാങ്ങാൻ പഠിച്ച്, പിന്നെ ബേസിക് 2 ഇങ്ങനെ വാങ്ങാൻ പഠിച്ച്, മൂന്നാമത് നമുക്ക് തൈസിൽ എങ്ങനെ വാങ്ങാൻ നോക്കാം. തൈസിൽ ഇത് തന്നെ എല്ലാ ഇതിലും പറയുന്ന പോലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്യുക, ഒന്ന് ബാക്കോട്ട് താത്തുക. ജമ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാല് താത്തുന്നത്. ഇത് കണ്ട, ജസ്റ്റ് ഒരു താത്തൽ ബാക്കോട്ട് ആയിട്ട് ഇങ്ങനെ താത്തുന്നത്. അതുപോലെ വാങ്ങി പഠിച്ചു. ബോൾ വരുമ്പോൾ ഇങ്ങനെ താത്തിയാൽ ബോൾ അവിടെ തട്ടിയാടും നിന്നോളൂ. മേലോട്ട് പൊന്തിച്ചാൽ മുഖത്തടിക്കുക. അതുപോലെ മേലോട്ട് ബോൾ വരുമ്പോൾ ആദ്യം കാല് പൊന്തിച്ച് നോക്കുക, മനസ്സിലായോ? നീ ബോൾ ഇട്, കുറച്ച് ബാക്കോട്ട് നിന്നിട്ട് ബോൾ ഇട്. ആദ്യം പൊന്തിച്ചിട്ട് താത്തു കഴിയുന്നു, മനസ്സിലായ? നീ ബോൾ വരുമ്പോൾ കാല് പൊന്തി കഴിയുന്നു, മനസ്സിലായില്ലേ? നമ്മൾ ആദ്യം അതിന് കണക്കായിട്ട് ഏലായി നിന്നിട്ട് കാല് പൊന്തിച്ചിട്ട് താത്തി വെക്കുക. അതന്നെ. അതന്നെ. ബോൾ നിൽക്കുന്നുണ്ടാ? കിട്ടും. മുട്ടിലല്ല, തൊടയില്. അതന്നെ. ബോൾ നിൽക്കുന്നുണ്ടാ? അതന്നെ. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? പഠിച്ചില്ലേ? ഇനി പ്രാക്ടീസ് ചെയ്യൂലേ? സിമ്പിളല്ലേ? ഇത് 3 ചെയ്യുക. ഇത് 3 ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ലാസ്റ്റ് അടുത്തത് ചെസ്റ്റിൻ്റെ വീഡിയോ, ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. ഇതിലൊന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. സ്റ്റോപ്പ് ചെയ്യാൻ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ബാക്കോട്ട് വരുന്ന ബോൾ ജസ്റ്റ് ബാക്കോട്ടേക്ക് വലിക്കുക. നമ്മൾ ഈ ഒരു ബാലൻസ് വേണ്ടിയിട്ട് ഒരു കാല് ബാക്കോട്ട് വെക്കുക. ഇത്രയേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള. സിമ്പിളാണ്. നമ്മൾ ബാക്കോട്ട് വലിയുന്ന ഇത്ര വെച്ചിട്ട് ബോൾ എടുക്കുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു, പോകുന്നു. ഓക്കെ.
കിട്ടും കിട്ടും കിട്ടും. ബോളിന് മൂവ്. കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ട്. ആ കൈ ആ അതന്നെ അത്രേ ഉള്ളൂ. ആ സ്റ്റൈല് മാറാനുണ്ട്. ആദ്യം വരുമ്പോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കുന്നു, മനസ്സിലായ? അങ്ങനെയല്ല പറഞ്ഞു തരുന്നത് ഞാൻ. ഇങ്ങനെ വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് കുഴപ്പമില്ലല്ലോ. ഇല്ലല്ലോ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കുന്നത്. അത് നമുക്ക് ആ ഒരു വരുന്ന ഒരു ആ ബോളിന്റെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ എന്നാ ചെയ്യുന്നതെന്നുള്ള ഒരു ബോധം നമുക്ക് ഇല്ലാണ്ടായി പോകുന്നതാ. നീ മാത്രമല്ല, എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ് പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ നമ്മൾ അത് മാറ്റിയിട്ട് സിമ്പിൾ ആക്കുക. ബോൾ വരുന്നത് ജസ്റ്റ് കൈ ഇങ്ങനെ ഒരു ബാലൻസ് വെച്ചോളുക, വാങ്ങുന്നു, തിരിച്ചു പോകുന്നു. തട്ടല്ല, ഷോൾഡറിലെ പാസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബോൾ മേടിക്ക്, കൈ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചോ, ഇങ്ങനെ ഉള്ളിലാക്കണ്ടെന്നാ പറഞ്ഞ. കൈ ഇങ്ങനെ വെച്ചോ. ബോൾ വരുമോ ഇതാ ബോൾ കൈനെ കൊണ്ട് പിടിക്കാൻ പോകുന്ന പോലെ ഇങ്ങനെ അത്രയേ ഉള്ളൂ. തട്ടല്ലേ, മുമ്പോട്ടേക്ക് തട്ടല്ലേ, ബാക്കോട്ടേക്ക് വെച്ചത്. അതന്നെ ഐഡിയ മനസ്സിലായില്ല. വീട്ടിൽ പോയിട്ട് ചുമരിന് പഠിച്ചോ. അപ്പോൾ ഫോർത്ത് വൺ ലാസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഹെഡിലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂ. നമുക്ക് ഹെഡിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല നമ്മൾ വിചാരിച്ചു. ഹെഡിൽ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ, നമ്മൾ വരുന്ന ബോൾ ഇവിടെ പറ്റിച്ചിട്ട് നിർത്തിക്കാനൊന്നും പറ്റൂല. ഹെഡിൽ സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ ഹെഡിൽ വരുന്ന ബോൾ ഏതെങ്കിലും ഭാഗത്തേക്ക് നമ്മൾ മൂവ് ചെയ്യിപ്പിക്കാണ്ട് നേരെ വരുന്ന ബോൾ നേരെ മേലോട്ടേക്ക് പൊന്തിപ്പിക്കുക. മേലോട്ടേക്ക് പൊന്തിച്ചാൽ താഴെ വരുമ്പോൾ നമ്മൾ തന്നെയല്ലേ നമുക്ക് റിസീവ് ചെയ്തിട്ട് എടുത്ത് കളിക്കുക. അപ്പോൾ വരുന്ന ബോൾ ഇതേപോലെ തന്നെ കുറച്ച് ബാക്കോട്ടേക്ക് മൂവ് ആക്കിയിട്ട് മുമ്പോട്ടേക്ക് പുഷ് ചെയ്യാണ്ട് ബാക്കോട്ടേക്ക് തട്ടിച്ചിട്ട് മേലോട്ട് പൊന്തിക്കുമ്പോൾ നമുക്ക് താഴെ വരുമ്പോൾ റിസീവ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അതന്നെ സ്റ്റോപ്പ് അത്രേ ഉള്ളൂ. സ്റ്റോപ്പ് ചെയ്യണം. വായ തുറക്കല്ലേ. അപ്പം ഞാൻ ഇതിൻ്റെ എല്ലാത്തിനും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. ഈ പ്ലെയറെ വെച്ച് എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ നമ്മളത് ഞാൻ ചെയ്ത് കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ അത് പഠിച്ച് എനിക്ക് കുറച്ച് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അത് ഈസി ആയിട്ട് തോന്നും. അപ്പോൾ അത് അത്ര അറിയാത്ത ആളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ചെയ്ത് പഠിച്ചാലേ ഇതെല്ലാം കുറച്ച് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വേറെ ഒരു പ്ലെയർ ആരും ആശ്രയിക്കേണ്ട. വീട്ടിൽ പോവുക, പ്രാക്ടീസ് ചെയ്യുക, ചുമലെറിയുക, ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഓരോമാതിരി ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ വീഡിയോ ഓൺ ചെയ്തിട്ട് നിങ്ങൾ ഓരോന്നായിട്ട് പഠിക്കുക. കാരണം എന്ന് വെച്ചാൽ അതിൽ ചെറിയ കാര്യങ്ങൾ, ഈ ബാക്കോട്ട് വലിക്കുന്നതും കുനിയൻ്റെയും കാര്യങ്ങൾ ചെറിയ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ടാവും. ആ ചെറിയ ഡീറ്റെയിൽ മിസ്സാകുമ്പോൾ നമുക്ക് മൊത്തത്തിൽ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് മനസ്സ് പോവും, പിന്നെ അത് വിട്ടേച്ചിട്ട് നമ്മൾ പോയി കളയും. അപ്പം നിങ്ങൾ ആ ചെറിയ കാര്യങ്ങൾ എന്താണെന്ന് ഓർമ്മിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലോണം പഠിക്കാൻ പറ്റും. അപ്പോൾ ഷിബി അടുത്തതിനെ ചെയ്ത് കാണിച്ചിട്ടില്ലേ? അപ്പോൾ ഇവൻ അടുത്തതിന് നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് ചെയ്ത് കാണിച്ചിരുന്നു പറഞ്ഞാൽ ആ ഒരു വീഡിയോ നമുക്ക് വേറെ ദിവസം പോസ്റ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ.